ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാഞ്ഞൂർ ഫ്രോന പള്ളിയുടെ ചരിത്രം. പരിശുദ്ധ ദൈവജന്യയുടെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള കാഞ്ഞൂർ ദേവാലയത്തിൻ്റെ ഉത്ഭവം 9-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണെന്ന് നീണ്ടകാലത്തെ പരീക്ഷണങ്ങളുടെയും പരിശോധനകളുടെയും ഫലമായി തെളിഞ്ഞിട്ടുണ്ട്. പോർട്ടുഗീസുകാരുടെ വരവിന് മുമ്പ് തന്നെ സുശക്തമായ ഒരു ക്രൈസ്തവ സമൂഹം കാഞ്ഞൂരിൽ ഉണ്ടായിരുന്നുവെന്നത് തർക്കമറ്റ കാര്യമാണ്. ആദ്യത്തെ പള്ളിയും കപ്പേളയും കാഞ്ഞൂരിൽ ആദ്യമായി കുർബാന ചൊല്ലിയത് കാഞ്ഞൂർ തെക്കും ഭാഗത്ത് വലിയ വീട്ടിൽ ഏലീശയുടെ വീട്ടിൽ വെച്ചാണെന്ന് പറയപ്പെടുന്നു. പണ്ടുകാലങ്ങളിൽ ഇന്നത്തെ പോലെ വാഹനങ്ങളോ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ കാൽനടയായും പല്ലക്കുകളിലും വഞ്ചിയിലുമെല്ലാമാണ് യാത്ര ചെയ്തിരുന്നത്. ഒരു ദിവസം വൈകിട്ട് ഏതാനും ചില വൈദികർ പെരിയാറ്റിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു. കാഞ്ഞൂർ തെക്കും ഭാഗത്ത് ആറിൻ്റെ തീരത്ത് വെച്ച് ക്രിസ്തീയ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത ഒരു സ്ത്രീയെ അവർ കണ്ടുമുട്ടി. അതിൽ നിന്നും പരിസരത്തെവിടെയോ ഒരു ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അവിടെ അവർ കരക്കിറങ്ങി ആ സ്ത്രീയുമായി സംഭാഷണം നടത്തിയതിൻ്റെ ഫലമായി അവരോടുകൂടെ ആ പരിസരത്ത് താമസിക്കുന്ന ക്രൈസ്തവ സമുദായത്തിലെ മറ്റു സഹോദരങ്ങളെ കൂടി കാണുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. സന്തോഷവതിയായ ഏലീശ അവരെ തൻ്റെ ഭവനത്തിലേക്ക് ആനയിച്ച് സൽക്കരിച്ചു. പരിസരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ക്രിസ്ത്യാനികൾ ആത്മീയ കാര്യങ്ങളിൽ തങ്ങളനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബഹുമാനപ്പെട്ട വൈദികരെ മനസ്സിലാക്കി. അവരുടെ പ്രയാസങ്ങൾ കേട്ടറിഞ്ഞ വൈദികർ ഒരു താൽക്കാലിക ഏർപ്പാടെന്ന നിലയിൽ വലിയ വീട്ടിൽ ഏലീശയുടെ വീട്ടിൽ ദിവ്യബലി അർപ്പിക്കുവാൻ തീരുമാനിച്ചു. കാഞ്ഞൂരിൽ ആദ്യമായി ദിവ്യബലി ആരംഭിച്ചതിൻ്റെ പിന്നിലുള്ള കഥയാണിത്. കാഞ്ഞൂർ പള്ളിക്ക് സ്ഥലം എവിടെ നിന്ന് കിട്ടി എന്ന കാര്യം നോക്കാം. തെക്കും ഭാഗത്ത് അധികം ദിവസങ്ങൾ വിശുദ്ധ കുർബാന ചൊല്ലിയില്ല. തങ്ങൾക്ക് ശാശ്വതമായിട്ടൊരു പള്ളിയും പട്ടക്കാരനും ഉണ്ടാകുന്നതിന് വേണ്ടി തീവ്ര ശ്രമങ്ങൾ ക്രിസ്ത്യാനികൾ ആരംഭിച്ചിരുന്നു. ആ ഇടയ്ക്കൊരു സംഭവമുണ്ടായി. നാട്ടിലെ വലിയ മനയായ കാഞ്ഞൂർ മനക്കിലെ വലിയ തിരുമേനിക്ക് കോളറ പിടിപെട്ടു. അന്നത്തെ കാലത്ത് കോളറ, മസൂരി, പ്ലേഗ് തുടങ്ങിയ പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ പിടികൂടുന്ന ആ പ്രദേശം മുഴുവൻ വെളുപ്പിച്ച് ആ വ്യാധി ഒതുങ്ങുമായിരുന്നുള്ളൂ. വലിയ തിരുമേനി മരിക്കുമെന്ന മട്ടായി. വലിയ വീട്ടിൽ ഏലീശ പല വൈദ്യമുറകളും പഠിച്ചിട്ടുള്ള വിദഗ്ധയായ ഒരു സ്ത്രീയായിരുന്നു. ഏലീശ മനസ്സ് വെച്ചാൽ മാത്രമേ തൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വലിയ തിരുമേനിക്ക് തോന്നി. ഉടനെ ഏലീശയെ ആളയച്ചു വരുത്തി തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ഏലീശയുടെ വൈദ്യ ശുശ്രൂഷകൾ കൊണ്ട് തിരുമേനിക്ക് പൂർണ്ണ സുഖം കിട്ടി. സന്തുഷ്ടനായ തിരുമേനി എന്ത് പ്രതിഫലമാണോ വേണ്ടത് എന്ന് ഏലീശയോട് ചോദിച്ചു. മതകർമ്മങ്ങൾ നടത്തുവാൻ പറ്റിയ വിധം ഒരു പള്ളി സ്ഥാപിക്കുവാനുള്ള സ്ഥലവും അനുവാദവുമാണ് ഏലീശ ആവശ്യപ്പെട്ടത്. അങ്ങനെ കാഞ്ഞൂർ പള്ളിക്ക് സ്ഥലവും അംഗീകാരവും കിട്ടി. കാഞ്ഞൂർ മനക്കിലെ വലിയ തിരുമേനിയുടെ ഈ സമ്മതം ഒരു സാമൂഹ്യ വിപ്ലവത്തിന് കളമൊരുക്കി. ആഢ്യന്മാരായ നമ്പൂതിരിമാർ സംഘം ചേർന്ന് നസ്രാണികൾക്ക് പള്ളിക്ക് സ്ഥലം കൊടുത്ത കാഞ്ഞൂർ മനയ്ക്ക് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. പുതിയടം അമ്പലത്തിൽ തൊഴാൻ പോലും തങ്ങൾ പോകില്ലെന്നവർ ശബ്ദം ചെയ്തു. കാഞ്ഞൂർ എന്ന പേരിൻ്റെ ഉത്ഭവം നോക്കാം. കാഞ്ഞൂർ മനയിൽ നിന്നാണ് കാഞ്ഞൂർ എന്ന പേര് സ്ഥലം നാമമുണ്ടായത്. വളരെ പുരാതനങ്ങളായ ഓലയെഴുത്തുകളിൽ നിന്ന് കാഞ്ഞൂർ മന എന്നൊരു മനയുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. കാഞ്ഞൂരിലെ പഴയ പള്ളി ഇപ്പോഴത്തെ പള്ളിയുടെ തെക്കുഭാഗത്തായിരുന്നു. കരിമ്പനയോല കൊണ്ട് കെട്ടിമേഞ്ഞ ഒരു കൊച്ചുപള്ളിയായിരുന്നു അത്. 1403 ആ പള്ളി പൊളിച്ച് ഇന്ന് കാണുന്ന പുതിയ പള്ളി പടുത്തുയർത്തി. പഴയ പള്ളിയുടെ സിമിത്തേരി ഇപ്പോഴത്തെ പള്ളിമേടയുടെ വടക്കു ഭാഗത്തായിരുന്നു. പുതിയ പള്ളി രൂപം കൊണ്ടപ്പോൾ സിമിത്തേരി പഴയ പള്ളിയുടെ സ്ഥാനത്താക്കി. ഇന്ന് കാണുന്ന സിമിത്തേരി ഏതാണ്ട് 150 കൊല്ലം മുമ്പ് സംവിധാനം ചെയ്തതാണ്. 15,500 രൂപ ചെലവാക്കി 1952 പൂർത്തിയാക്കിയ മണിമാളികയിൽ 4 മണികളാണുള്ളത്. ഏറ്റവും താഴെ കാണുന്ന പഴയ മണിയാണ് ഏറ്റവും പഴക്കമുള്ളത്. ഇതിൽ 1100-ാം ആണ്ട് കാഞ്ഞൂർ പള്ളി 6 തുലാം 10 ഫലം എന്ന് കൊത്തിയിട്ടുണ്ട്. ചുവരെഴുത്തുകളെ നോക്കാം. കാഞ്ഞൂർ പള്ളിയുടെ വടക്കേ ഭിത്തിയിൽ പതിപ്പിച്ചിട്ടുള്ളതും കരിങ്കല്ലിൽ ആലേഖനം ചെയ്തിട്ടുള്ളതുമായ പ്രാചീന ലിപികൾ ഈ പള്ളിയുടെ പഴക്കത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന ചരിത്രരേഖകളാണ്. പ്രാചീന ഭാഷയിൽ വട്ടെഴുത്ത് ലിപികളുടെ ആരംഭദശയിലുള്ള എഴുത്തുകളാണിവ. കൊച്ചി രാജവംശത്തോളം പഴക്കമുള്ള പള്ളി. കൊച്ചി തമ്പുരാക്കന്മാരും കാഞ്ഞൂർ പള്ളിയുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. തമ്പുരാക്കന്മാർക്ക് വാഴ്ച കിട്ടിയതു മുതൽ പുതിയടം അമ്പലത്തിൽ വന്ന് ചില കർമ്മങ്ങൾ നടത്തുകയും തൊഴുതുപോവുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു.
തമ്പുരാൻ കോവിലകത്ത് വരുമ്പോൾ കലവറ സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നത് കാഞ്ഞൂറങ്ങാടിയിലെ നിവാസികളായിരുന്നു. കോവിലകത്തു നിന്നും അരമൈൽ അകലെയാണ് പള്ളി സ്ഥിതി ചെയ്തിരുന്നത്. തമ്പുരാനിൽ നിന്നും മുൻകൂട്ടി കിട്ടുന്ന നീട്ടനുസരിച്ച് പള്ളിക്കാർ തമ്പുരാനെ ചെന്ന് കാണുകയും തമ്പുരാൻ പള്ളിക്കാർക്ക് ഒരു ചെമ്പ് ചോറും 64 തരം കറികളും കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അഞ്ചേകാലും കോപ്പും എന്നാണ് നാട്ടിലതിന് പേര് പറയുന്നത്. ഈ അടുത്ത കാലം വരെ ഈ സമ്പ്രദായം നിലനിന്നിരുന്നു. കൊച്ചി രാജവംശത്തിൻ്റെ ആരംഭം മുതൽ, അതായത് 8-ാം ശതകം മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു ഇത്. ഇതിൽ നിന്നും ഏതാണ്ട് കൊച്ചി രാജവംശത്തോളം പഴക്കം കാഞ്ഞൂർ പള്ളിക്കുണ്ടെന്നും ആ നിലയിൽ 9-ാം ശതകത്തിൻ്റെ ആരംഭത്തിലാണ് കാഞ്ഞൂർ പള്ളിയുടെ ആരംഭമെന്നും എന്ന കണക്കുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കാം. പോർട്ടുഗീസുകാരുടെ വരവിന് മുമ്പുള്ള കാര്യങ്ങൾ നോക്കാം. പോർട്ടുഗീസുകാർ കേരളത്തിൽ വരുമ്പോൾ ക്രിസ്ത്യാനികളുടെ അംഗസംഖ്യ കൊണ്ടും ദേവാലയത്തിൻ്റെ പ്രശസ്തി കൊണ്ടും എണ്ണപ്പെട്ട ഒരു ഇടവകയായിരുന്നു കാഞ്ഞൂർ. 1595 പോർട്ടുഗീസുകാരനായ ഡോക്ടർ മെനേസിസ് ഗോവ മെത്രാപ്പൊലീത്തയായി. അദ്ദേഹം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ക്രൈസ്തവ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവിടെയൊക്കെ പോർട്ടുഗീസ് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തി. ഇന്നത്തെ പോലെ യാതൊരുവിധ വാഹന സൗകര്യങ്ങളും അക്കാലത്തില്ലാതിരുന്നതിനാൽ മെത്രാപ്പൊലീത്ത സുശക്തവും സുസംഘടിതവുമായ ചില ക്രൈസ്തവ കേന്ദ്രങ്ങൾ മാത്രം സന്ദർശിക്കുവാൻ തീരുമാനിച്ചു. ആദ്യമായി ചേന്ദമംഗലത്തുള്ള ഈശോസഭക്കാരുടെ വൈപ്പിൻകോട്ട സെമിനാരി സന്ദർശിച്ചു. പിന്നീട് പറവൂരും ആലങ്ങാടും ചൊവ്വരയ്ക്കടുത്ത കാഞ്ഞൂരും സന്ദർശനം നടത്തി. വൈപ്പിൻകോട്ട സെമിനാരിയും പറവൂർ ആലങ്ങാട് പള്ളികളും സന്ദർശിച്ചു കഴിഞ്ഞ് ആർച്ച് ബിഷപ്പ് മെനേസിസ് കാഞ്ഞൂർ പള്ളി സന്ദർശിക്കാൻ വന്നു. പറവൂരും ആലങ്ങാടും ശക്തിയായ എതിർപ്പുകൾ മെനേസിസിന് നേരിടേണ്ടി വന്നു. മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും കാഞ്ഞൂർ വന്ന പറങ്കി മെത്രാപ്പൊലീത്തയെ സ്വീകരിക്കുവാൻ വൈദികരും അൽമായരും തയ്യാറായില്ല. അദ്ദേഹത്തിന് പള്ളിയുടെ പൂട്ട് അനധികൃതമായി കുത്തിത്തുറന്ന് പള്ളിയകത്ത് പ്രവേശിക്കേണ്ടി വന്നു. അർക്കദിയോക്കോൻ കാഞ്ഞൂരുണ്ടായിരുന്നിട്ടും മെത്രാപ്പൊലീത്തയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. സംഭവങ്ങളുടെ ഗതി കണ്ടപ്പോൾ മെത്രാപ്പൊലീത്തയ്ക്ക് സന്ദർശനം അത്ര പന്തിയായില്ലെന്ന് ബോധ്യമായി. ഉള്ളിൽ ഒരു പരിഭ്രാന്തിയും അനുഭവപ്പെട്ടു. അർക്കദിയോക്കോനെ കാണണമെന്ന് മെത്രാപ്പൊലീത്ത രേഖാമൂലം ആവശ്യപ്പെട്ടു. അർക്കദിയോക്കോൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ദീർഘമായ കൂടിയാലോചന നടത്തി. മലങ്കര സഭയെ സംബന്ധിച്ച് മെത്രാപ്പൊലീത്തയ്ക്ക് എത്രമാത്രം അധികാരമുണ്ട് എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അവസാനം മെത്രാപ്പൊലീത്തയും അർക്കദിയോക്കോനും അൽമായരും കൂടി ഒരു ഉടമ്പടിയിലെത്തി. ഉടമ്പടിയുടെ സാരാംശം ഒരു സൂനഹദോസ് കൂടി ഈ പ്രശ്നം പരിഹരിക്കാമെന്നതായിരുന്നു. ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ച് സൂനഹദോസ് തീരുമാനം വരെ ഭരണാധികാരമില്ലാത്ത ഒരു അന്യമെത്രാൻ എന്ന നിലയിൽ മെനേസിസിന് പള്ളികൾ സന്ദർശിക്കുകയും ജനങ്ങളെ ആശീർവദിക്കുകയും ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകി. ഇതത്ര ചരിത്രപ്രസിദ്ധമായ കാഞ്ഞൂർ ഉടമ്പടി. ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് കേരള ക്രിസ്ത്യാനികളെ സംബന്ധിച്ച ഏറ്റവും വലിയ ചരിത്ര സംഭവമായ ഉദയംപേരൂർ സൂനഹദോസ് 1599 ജൂൺ 20 നടത്തപ്പെട്ടത്. ഇതിൽ നിന്നെല്ലാം പോർട്ടുഗീസുകാരുടെ വരവിന് മുമ്പ് തന്നെ കേരളത്തിലെ എണ്ണപ്പെട്ട ക്രിസ്തീയ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കാഞ്ഞൂർ എന്ന് വ്യക്തമാകും. ഫാദർ ജോസഫ് സെബസ്ത്യാനി കാഞ്ഞൂരിൽ. ഉദയംപേരൂർ സൂനഹദോസും കൂനൻ കുരിശ് സത്യവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും മൂലം കേരളത്തിലെ സഭാന്തരീക്ഷം ആകെ കലങ്ങിമറിഞ്ഞിരുന്നു. കൂനൻ കുരിശ് സത്യത്തിന് ശേഷം 1653 മെയ് 22 ഒരു സമ്മേളനം ആലങ്ങാട്ട് വെച്ച് നടന്നു. ആ സമ്മേളനത്തെ തെറ്റിദ്ധരിപ്പിച്ച് 12 വൈദികർ ചേർന്ന് ആർച്ച് ഡീക്കൻ തോമായുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ സുറിയാനിക്കാരുടെ മെത്രാപ്പൊലീത്തയായി നിയോഗിച്ചു. ഇങ്ങനെ ആകെ കുഴഞ്ഞുമറിഞ്ഞ അന്തരീക്ഷത്തെ നേരെയാക്കുവാൻ വേണ്ടി അലക്സാണ്ടർ 7 മാർപ്പാപ്പ ഫാദർ ജസിന്ത്, ഫാദർ ജോസഫ് സെബസ്ത്യാനി എന്നിവരെ അപ്പസ്തോലിക് കമ്മീസറിമാരായി കേരളത്തിലേക്ക് അയച്ചു. 1657 ഫെബ്രുവരി 22 അദ്ദേഹം കേരളത്തിലെത്തി. കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ കേന്ദ്രങ്ങളായ കുറവിലങ്ങാട്, കടുത്തുരുത്തി, പറവൂർ, അങ്കമാലി, കാഞ്ഞൂർ മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച ഫാദർ സെബസ്ത്യാനിയുടെ ഉപദേശപ്രകാരം ആലങ്ങാട്ടെ സമ്മേളനത്തിൽ വെച്ച് മെത്രാനെ വാഴിച്ചത് തെറ്റാണെന്ന് കാഞ്ഞൂരിലെ ക്രിസ്ത്യാനികൾക്ക് ബോധ്യമായി. കാഞ്ഞൂരിലെ വിശുദ്ധ സെബസ്ത്യാനോസ്. കാഞ്ഞൂർ പള്ളിയെ ഇത്ര കണ്ട് പ്രസിദ്ധവും ഭക്തജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രവുമാക്കി തീർത്തത് ഇവിടുത്തെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളും ആ വിശുദ്ധനെ ചുറ്റിപ്പറ്റിയുള്ള വീരകഥകളുമാണ്. ആണ്ടുതോറും 10,000-കണക്കിന് ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന കാഞ്ഞൂരിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ജനുവരി 19, 20 തീയതികളിൽ വർണ്ണപ്പകിട്ടേറിയ പരിപാടികളോടെ കൊണ്ടാടുന്നു. മനം കവരുന്ന അവിടുത്തെ തിരുനാളാഘോഷങ്ങളിൽ പങ്കുകൊള്ളുവാനും
വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ തേടുന്നതിനും വേണ്ടിയാണ് ഭക്തജനങ്ങൾ അങ്ങോട്ട് പ്രവഹിക്കുന്നത്. കാഞ്ഞൂർ പുണ്യവാളൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എത്ര ഭയങ്കരമായ വസൂരിയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ കിട്ടുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ ഈ പുണ്യവാനെ ആദരിക്കുകയും അവിടുത്തെ തൃപ്പാദത്തിങ്കൽ അഭയം തേടുകയും ചെയ്തു വരുന്നു. ത്രോണോസിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രധാന രൂപം തിരുനാൾ പ്രദക്ഷിണങ്ങൾക്ക് ഇപ്പോൾ പുറത്തിറക്കാറില്ല. കാരണം ആ രൂപം ഇറക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം രൂപം ഉയർത്തെന്നും നാട്ടിൽ വസൂരി, തീപിടുത്തം മുതലായ അനർത്ഥങ്ങളുണ്ടായെന്നുമാണ് കഥകൾ പറയുന്നത്. പ്രധാന നേർച്ച അമ്പെഴുന്നള്ളിക്കലാണ്. പുണ്യവാന അടിമ നേരുന്നവരും തിരുനാളിന് ധാരാളമായി വരാറുണ്ട്. ലക്ഷക്കണക്കിന് വരും ഇവരുടെ സംഖ്യ. ഈ ചരിത്രം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.